സ്പെഷ്യൽ റെസിപ്പി ഒരു ചക്ക ഒരാഗ്രഹം ചക്ക വേവിച്ചത് തിന്നണമെന്ന്. അപ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് ഒരു ചക്ക ഇട്ടിട്ട് വന്ന് ഇനി നമുക്ക് ചക്ക വെട്ടി അതിൻ്റെ ചുള പറിച്ചെടുത്തിട്ട് നമുക്ക് ചക്ക വേവിച്ചതിലേക്ക് കിടക്കാം. ചക്കപ്പുഴു ഭയങ്കര കറയാണ്. ഇനി അത് വെട്ടി റെഡിയാക്കാനുണ്ട്. വൃത്തിയാക്കിയിട്ട് നമ്മൾ സെറ്റാക്കണം. ഒരു കുഞ്ഞു ചക്കയാണ്. വെട്ടാൻ ചാക്കൊക്കെ എടുത്ത് തന്നെ സെറ്റാക്കി വെച്ചേക്കുവാണ്. കറിയൊക്കെ കളയാൻ വേണ്ടി കുറച്ച് ചകിരിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വെട്ടി അതിൻ്റെ ചോളയൊക്കെ പറിക്കാം. കുഞ്ഞു ചക്കയായതുകൊണ്ട് അധികം പണിയൊന്നുമില്ല. 2 കഷ്ണം മുറിച്ച് 2 പീസാക്കി. അധികം ചുളയൊന്നും ഇല്ല അതിനകത്ത്. എന്നാലും ഉള്ള ചുള വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചക്കക്കറി ഉണ്ടാക്കാം. ഇതിൻ്റെ ചക്കയുടെ കറ കളയാൻ വേണ്ടി ഏറ്റവും നല്ലത് ചകിരി എടുത്ത് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് ചകിരിയിൽ നിന്ന് അതിനകത്ത് അതിൻ്റെ കറ മുഴുവൻ കളയാം. ഞാനത് ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്കിയിട്ട് ഇനി അതിൻ്റെ ചുളയൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്ത് ഇനി അതിൻ്റെ ചുളയൊക്കെ പറിച്ചെടുക്കട്ടെ. ചക്കച്ചുളയൊക്കെ പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കറി വെക്കാൻ പരുവത്തിലാക്കാനുണ്ട്. അരിഞ്ഞെടുത്ത് ചക്കക്കുരുവും ചരണ്ടിയെടുത്ത് സെറ്റാക്കാനുണ്ട്. പറിച്ചെടുത്ത് ചക്ക മുഴുവൻ ചക്ക പറിച്ചെടുത്ത് ചക്ക മുഴുവൻ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞ് റെഡിയാക്കി നമുക്ക് ചക്കക്കറി ഉണ്ടാക്കാം. നമ്മളെ മാതാശ്രീ എന്തോ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് എന്താണെന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഉണ്ടാക്കാൻ പോണേ? ചക്ക വേവിക്കുകയാണ്. നമ്മൾ വേവിച്ച് ചക്കക്കറിയാണ്. അപ്പോൾ ഗൈസ് ചക്കക്കറിയാണ്. അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ മമ്മ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഞാൻ ചുമ്മാ അതിൽ സബ് മാത്രമാണ്. നിങ്ങളാരും നോക്കണ്ട. ഇതിൻ്റെ മെയിൻ ആൾ വേറെയാണ്. ഓക്കെ, പറഞ്ഞോ. ചക്കക്കുരു കളഞ്ഞ ചക്കച്ചുള കുഞ്ഞായി അരിഞ്ഞിട്ട് അതിനകത്ത് 1, 2, 3 അല്ലെങ്കിൽ കുറച്ച് അധികം ചക്കക്കുരു കൂടുതൽ ഇഷ്ടമുള്ളത് കൂടുതൽ കുരു ഇടുക. അങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ വേവിക്കാൻ വെക്കുക. അപ്പോൾ അതിന് മുന്നേ ഇത് മൊത്തം അരിഞ്ഞ് സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ അരിയട്ടെ. ഞാൻ അവിടെ വെറുതെ ഇരിക്കട്ടെ. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ അരിഞ്ഞ് തീരാൻ വേണ്ടി വെയിറ്റ് ആക്കാം. ഹായ് ഗൈസ്, അങ്ങനെ ചക്കയും ചക്കക്കുരുവൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വേവിക്കാൻ പരുവമായിട്ടുണ്ട് കേട്ടോ. നല്ല ബെസ്റ്റ് ചക്കക്കറി ഇപ്പോൾ റെഡിയാക്കി തരാം എല്ലാവർക്കും. കഴുകി വെച്ചേക്കുന്ന കുക്കറിനകത്തോട്ട് നല്ല ചക്ക കഴുകി വാരിയിടുകയാണ്. ആദ്യം നമ്മൾ വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ ഉള്ള പരിപാടികളാണ് ഇതൊക്കെ. നമ്മൾ കഴുകിയിട്ട് വളരെ വൃത്തിയായിട്ട് വാരിയിടുക. ഞായറാഴ്ചത്തെ സ്പെഷ്യൽ നാടൻ വിഭവമാണ് ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച മാത്രമേ നല്ല നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചക്കയുടെ വിഭവങ്ങൾ നമുക്ക് നല്ലതാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഒരു ശരീരത്തിനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നൊരു സാധനമാണ്. കീമോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇടിച്ചക്ക, ചക്കക്കറിയൊക്കെ നല്ലതാണ്. അത് ഡെയിലി മിക്കവാറും കൊടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യത്തിന് അത് നമ്മൾ എത്രത്തോളം ഗുണം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും ചക്കയും ഇതൊന്നും ഈ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അത് നമ്മൾ വെച്ച് തീറ്റിക്കാൻ മെനക്കെടണം. നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും ശകലം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ തേങ്ങയൊക്കെ ഇടുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടായാൽ നല്ലത് തന്നെ. ശരീരത്തിന് കുറുക്കുമീനല്ലേ മഞ്ഞൾപ്പൊടി. പിന്നെ അതിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാൻ നല്ലത്. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കും. പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് കറക്റ്റായിട്ട് ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നല്ലതാണ്. ഇനി അഥവാ കുറച്ച് കുറവാണെങ്കിൽ